Hi students, we have already discussed the iteration method for calculating the numerical solution of a algebraic or transcendental equation. Algebraic and transcendental equations തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള iteration method ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. iteration methodൽ എങ്ങനെയായിരുന്നു പ്രോബ്ലം ചെയ്യുന്നത്? We have given an equation f of x equal to 0. Then we want to rewrite the equation in the form x equal to phi of x. Then we want to take an initial value x naught. Then the first approximation is x1 equal to phi of x naught, and the second approximation is x2 equal to phi of x1, etc. In general, we can write xn plus 1 equal to phi of xn. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ദെൻ അവിടെ നമ്മൾ ഒരു സർട്ടൻ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അല്ലേ, നമ്മൾ ഫൈ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിലാണ് വി ക്യാൻ യൂസ് ദ ഐട്രേഷൻ മെത്തേഡ്. ദെൻ നമ്മൾ പ്രോബ്ലംസ് ചെയ്തതായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു കേസാണ്. ദെൻ ഐട്രേഷൻ മെത്തേഡിൽ നമ്പർ ഓഫ് ഐട്രേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അപ്രോക്സിമേഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലേ. നമ്മുടെ ജനറൽ ആൻസറിലേക്ക് എത്താനുള്ള നമ്പർ ഓഫ് ഐട്രേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്രോക്സിമേഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുതലായിരിക്കും. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പ്രോബ്ലം തന്നെയാണ്. ഞാൻ ആ പ്രോബ്ലം ഒന്നുകൂടെ പറയുകയാണ്. യൂസ് ദ മെത്തേഡ് ഓഫ് ഐട്രേഷൻ to determine a real root of the equation e raised to minus x equal to 10x, correct to 4 decimal places. Use the method of iteration to determine a real root of the equation e raised to minus x equal to 10x, correct to 4 decimal places. Then നമ്മൾ എങ്ങനെ എഴുതി പ്രോബ്ലം ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? We have write this equation in this form: f of x equal to e raised to minus x minus 10x. Then നമുക്ക് വേണ്ട ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യൽ വാല്യൂ കാണാനായിട്ട് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തു. എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഓഫ് 0 equal to 1 which is greater than 0, and f of 1 equal to, അതായത് ഫംഗ്ഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് e raised to minus 1 minus 10, that is minus 9.6321, which is less than 0. Therefore we can conclude that a root lies between 0 and 1 എന്നുള്ള അസംഷനിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയായിരുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്തിരുന്നു, ദറ്റ് ഈസ് മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് എക്സ്. അപ്പം ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്നുള്ള ഫോമിലേക്ക് എഴുതണം അല്ലേ. അപ്പം വി ഹാവ് ദ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു 10x. Therefore x can be written as e raised to minus x divided by 10. Then which is of the form, ഏത് ഫോമിലേക്കായി? x equal to phi of x. Therefore phi of x equal to, what is phi of x? e raised to minus x divided by 10. Then phi dash of x equal to, what is phi dash of x? Derivative equal to e raised to minus x ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? e raised to minus x into minus 1 divided by 10 is a constant ആണ്. അത് അവിടെ ഇവിടെ നിൽക്കും അല്ലേ. Then we want to check whether modulus of phi dash of x less than or 1 or not. അപ്പം modulus of phi dash of x എന്ത് വരും? e raised to minus x divided by 10 വരും അല്ലേ. ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആബ്സല്യൂട്ട് വാല്യൂ കാണുമ്പോൾ മൈനസ് അങ്ങ് പൊക്കോളും. e raised to minus x divided by 10, that can be written as 1 by 10 into e raised to x. Then നമ്മളിവിടെ എടുക്കുന്ന ഒരു ഇൻ്റർവെല്ലുണ്ട്. 0-1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലല്ലേ നമ്മൾ കൺസിഡർ ചെയ്തത്. അതായത് ഇനീഷ്യൽ വാല്യൂ ഈ 0-1 റൂട്ട് ഉണ്ടെന്നുള്ള അസംഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 0-1 ആക്ച്വലി ഈ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കും. ബിക്കോസ് ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ഒരു വാല്യൂ അല്ലേ വരുന്നത്. 2.7 ആണ് വാല്യൂ വരുന്നത്. അപ്പം ഒബിയസ്ലി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനേക്കാളും ലാർജർ വാല്യൂ ആയിരിക്കും. ദെർഫോർ ദിസ് ഫൈ ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ചൂസ് ചെയ്യും. ഇനിഷ്യൽ വാല്യൂ ഞാൻ 0 ചൂസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? x1 ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് നോട്ട്, ദാറ്റ്സ് ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈ ഓഫ് 0 കാണണ്ടേ. ഫൈ ഓഫ് 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഫംഗ്ഷനിൽ 0 കൊടുത്ത് കഴിയുമ്പോൾ 1/10, ദാറ്റ്സ് ഈക്വൽ ടു 0.1. അതുപോലെ x2 ഈക്വൽ ടു ഫൈ ഓഫ് x1. ഫൈ ഓഫ് x1 ഈസ് ഫൈ ഓഫ് 0.1 ഈക്വൽ ടു ഫൈ ഓഫ് എക്സിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
0.9048. Similarly, x3 equal to we get 0.09135. നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഫാസ്റ്റായിട്ട് പറയുന്നത്. ദെൻ x4 ഈക്വൽ ടു വി ഗെറ്റ് 0.09127. then x4 equal to we get 0.09128. then x5 equal to x5 equal to this one, and x6 equal to we get 0.09128. അപ്പോൾ നമുക്ക് 6th ഇറ്ററേഷൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആൻസറിലേക്ക് എത്തിയില്ല, അതായത് വാല്യൂ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. ദെൻ നമ്മൾ ആൻസർ എഴുതും. therefore x equal to 0.0913. 4 ഡെസിമൽ പ്ലേസസിൻ്റെ റൗണ്ട് ചെയ്യാനല്ലേ പറഞ്ഞേ, വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓർ റൂട്ട് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. ചെയ്തതാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റെപ്സ്, അതായത് ഇവിടെ നമ്മുടെ ആൻസറിലേക്ക് ഈ സീക്വൻസ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന ഈ സീക്വൻസ് ആൻസറിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ കൺവേർജ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടുതലാണ്. അപ്പോൾ ഈ കൺവേർജൻസിനെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോസസ്സാണ് ഐക്കൻസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ്. ഐക്കൻസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ്. ആക്സിലറേഷൻ ഓഫ് ദ കൺവേർജൻസ് എന്നാണ് പറയുന്നത്. അതായത് കൺവേർജൻസിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട്, അതായത് പെട്ടെന്ന് ആൻസറിലേക്ക് കൺവേർജ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡാണ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ്, ഐക്കൻസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ്. അവിടെ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഇപ്പം നമുക്ക് അപ്രോക്സിമേഷൻസ് കിട്ടിയല്ലേ. ഇനീഷ്യലി നമ്മൾ 0 ചൂസ് ചെയ്തു, ദെൻ 0.1, അതുപോലെ തന്നെ 0.09048, 0.9135, അങ്ങനെ നമുക്ക് അപ്രോക്സിമേഷൻസ് കിട്ടുകയാണ്. ഈ ഐക്കൺസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഒരു എക്സ് നോട്ട് നമ്മൾ ചൂസ് ചെയ്യുമല്ലോ, ഒരു ഇനിഷ്യൽ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യും. ദെൻ ഈ ഇനിഷ്യൽ വാല്യൂ യൂസ് ചെയ്ത് നമുക്ക് x1, x2, x3 വാല്യൂസ് കാണാമല്ലോ. ദെൻ ഈ 3 വാല്യൂസ് വെച്ച് നമ്മൾ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താനായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്ന ഇതാണ്, സപ്പോസ് വി ഹാവ് the successive approximations as xi minus 1, xi, xi plus 1. Suppose these are the 3 consecutive approximations. ഈ x1, x2, x3ക്ക് വരെ ജനറൽ ആയിട്ട് നമ്മൾ xi minus 1, xi, xi plus 1 എടുത്തു. ദെൻ നമ്മൾ ടേംസ് കുറേ ഉണ്ട് ഇതിനകത്ത് പറയാനുള്ളത്, അത് എളുപ്പത്തിൽ പറയാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ്. നമുക്കൊരു ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട, കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് xi minus 1, xi, xi plus 1 എന്നുള്ള വാല്യൂസ് ഉണ്ടല്ലേ. ദെൻ നമ്മൾ ഇതിനുള്ള ഡിഫറൻസ് ടേബിൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് കാണുവാണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് കാണുന്ന ഇങ്ങനെയാണ്, സെക്കൻഡിൽ നിന്ന് എക്സൈയിൽ നിന്ന് xi minus 1 സബ്ട്രാക്ട് ചെയ്തു, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്തു. ദെൻ അടുത്ത ടേബിളിൽ എന്ത് വരും, അടുത്ത കോളത്തിൽ ദറ്റ് ഈസ് xi plus 1 മൈനസ് xi. ഇനി അടുത്തൊരു വാല്യൂ പോസിബിൾ അല്ല. അപ്പം ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് കാണാനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസിൽ സക്സീഡിങ് ആയിട്ടുള്ളതിൽ നിന്ന് പ്രിസീഡിങ് സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ xi plus 1 നിന്ന് xi സബ്ട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞതാണ് ഡെൽറ്റ xi minus 1. ഡെൽറ്റ xi minus 1. ഹിയർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ xi. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ xi plus 2 കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. xi plus 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേ, xi plus 2 മൈനസ് xi plus 1 വന്നല്ലേ. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ xi plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈം ഇല്ല, നമുക്കിവിടെ വരെയുള്ള കാര്യങ്ങളുള്ളൂ. 3 സക്സസീവ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻസ് എടുത്തു. ദെൻ ഇവിടുന്ന് ഞാൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആക്ച്വലി നമുക്ക് ഈ കിട്ടുന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് ഇല്ലേ, അതിൽ നിന്നാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് കാണാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ്. ഡെൽറ്റ xi എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയല്ലോ. ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ദെൻ അടുത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ തേർഡിൽ നിന്ന് സെക്കൻഡ് മൈനസ് ചെയ്യുക, ഫോർത്തിൽ നിന്ന് തേർഡ് മൈനസ് ചെയ്യുക. ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ കിട്ടുന്ന ഡിഫറൻസിന്, അതായത് ഡെൽറ്റ xi മൈനസ് 1 നമ്മൾ എന്തായിട്ട് എഴുതും, ഡെൽറ്റ സ്ക്വയർ xi minus 1 എന്ന് എഴുതും. ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ്. ഇത്രയും ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കാണാനായിട്ട്, അതായത് xi plus 2 ഈക്വൽ ടു xi plus 2, അതായത് 3 സക്സസീവ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കാണാനായിട്ട് xi plus 2 ഈക്വൽ ടു ദ ഫോർമുല ഈസ് xi plus 1 മൈനസ് ഡെൽറ്റ xi the whole square divided by delta square xi minus 1. This is the formula by delta square Aitken's delta square process. അതായത് സക്സസീവ് ആയിട്ടുള്ള 3 അപ്രോക്സിമേഷൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കാണാനായിട്ട് xi plus 1 മൈനസ് ഡെൽറ്റ xi the whole square. ഡെൽറ്റ xi എന്ന് പറയുന്നത്
ഇവിടെ വരുന്ന വാല്യൂ, അതായത് എക്സ് ഐ പ്ലസ് 1 ഡെൽറ്റ എക്സ് ഐ ഡെൽറ്റ സ്ക്വയർ എക്സ് മൈനസ് 1 ഐ ഡെൽറ്റ സ്ക്വയർ എക്സ് ഐ മൈനസ് 1. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോർമുല എഴുതി വെച്ചു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടുമെന്ന് പറയുന്നത്. വീണ്ടും ഇതുപോലെ തന്നെ ഇവിടുന്ന് x2 x3, ഇവിടുന്ന് നമുക്ക് x4 കിട്ടും അല്ലേ. ആ x4 യൂസ് ചെയ്ത് അടുത്ത അപ്രോക്സിമേഷനിലേക്ക് പോവാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം ഐക്കൻസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സിൽ പറയുന്നതാണ്, ഒരു ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ സക്സസീവ് ആയിട്ടുള്ള 3 അപ്രോക്സിമേഷൻസ് കിട്ടിയാൽ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കാണാനായിട്ട് എന്ത് ചെയ്യുക, x1 x2 x3 ഉണ്ടെങ്കിൽ വി ഹാവ് ദ ഫോർമുല. x4 കാണാനായിട്ടുള്ള ഫോർമുല അപ്പോൾ എന്ത് വരും, എക്സ് ഐ പ്ലസ് 2 ഈക്വൽ ടു ദിസ് 1 ഇസ് ദ ഫോർമുല. അങ്ങനെയാണെങ്കിൽ x4 കാണാനുള്ള ഫോർമുല എന്ത് വരും അറിയോ, x4 ഈക്വൽ ടു, അപ്പോൾ ഐ ഈക്വൽ ടു 2 കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് വരും, എക്സ് ഐ പ്ലസ് 1 ദറ്റ് ഈസ് x3 മൈനസ് ഡെൽറ്റ എക്സ് ഐയുടെ സ്ഥാനത്ത് 2 കൊടുക്കണം അല്ലേ, ദറ്റ് ഈസ് ഡെൽറ്റ x2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡെൽറ്റ സ്ക്വയർ എക്സ് ഐ മൈനസ് 1 ദറ്റ് ഈസ് ഡെൽറ്റ സ്ക്വയർ x1. ഇതാണ് നമുക്ക് ഫോർമുല വരുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം പ്രോബ്ലം തന്നെ. ഏത് പ്രോബ്ലം, ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ e raised to minus x equal to 10x, correct to 4 decimal places using Aitken's delta square process. അപ്പോൾ Aitken's delta square process ചെയ്യണമെങ്കിൽ ഇനിഷ്യലി നമ്മൾ ചെയ്യുന്ന ഏത് പ്രോസസ്സാണ് ഐട്രേഷൻ മെത്തേഡിൽ ചെയ്യണം. അപ്പോൾ ഐട്രേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, e1 e raised to minus 6 equal to 10x, therefore e raised to minus 6 minus 10x equal to 0, which is of the form, ഏത് ഫോർമുല, which is of the form f of x equal to 0 അല്ലേ. then what is f of x here, f of x equal to e raised to minus 6 minus 10x. ദെൻ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഇനിഷ്യൽ 2 വാല്യൂസ് കാണും. അപ്പോൾ എഫ് ഓഫ് 0 കാണുമ്പോൾ ഈക്വൽ ടു 1 കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു മൈനസ് 9.6321 കിട്ടിയായിരുന്നല്ലേ, വിച്ച് ഇസ് ലെസ് ദാൻ 0, റൈറ്റ്. അപ്പം ദെയർഫോർ എ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 and 1. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു, എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്നുള്ള ഫോമിലേക്ക് എഴുതണം അല്ലേ. എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്നുള്ള ഫോമിലേക്ക് എഴുതാനായിട്ട് എന്ത് എഴുതണം, rewrite the given equation in the form x equal to phi of x, that is e raised to minus 6 equal to 10x. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ കേട്ടോ. x equal to e raised to minus 6 divided by 10, then which is of the form ഏത് ഫോമിലായി, x equal to phi of x. therefore phi of x equal to what, e raised to minus 6 divided by 10. അപ്പോൾ നമ്മൾ ഐട്രേഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എന്താ, മോഡുലസ് ഓഫ് ഐ ഡാഷ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് ഐ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് 6 ഡിവൈഡ് ബൈ 10ൻ്റെ മോഡുലസ് വാല്യൂ, ദറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 6 ഡിവൈഡ് ബൈ 10, ദറ്റ്സ് ഈക്വൽ ടു 1/10 ഇൻറ്റു ഇ റേസ് ടു എക്സ്. നമ്മൾ ഏത് ഇൻ്റർവെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്, 0-1 എന്ന് പറയുന്ന ഇൻ്റർവെൽ അല്ലേ. ഈ ഇൻ്റർവെല്ലിൽ മോഡുലസ് ഓഫ് ഐ ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ദെയർഫോർ ഞാൻ ചൂസ് ചെയ്യാണ് x0 ഈക്വൽ ടു 0. ഓക്കെ, ഇനിഷ്യൽ വാല്യൂസ് ചൂസ് ചെയ്തു. then find x1 equal to phi of x0, that's equal to phi of 0, that's equal to 0.1. similarly x2 equal to phi of x1, that is phi at 0.1 കാൽക്കുലേറ്റ് ചെയ്യുക. 0.1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.9048. similarly x3 equal to phi of x2, that's equal to phi at 0.09048, that's equal to കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.09135. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ ഐട്രേഷൻ മെത്തേഡ് ചെയ്ത പോലെ തന്നെ ചെയ്തു വെച്ചു. ദെൻ നമുക്ക് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ് വഴി ബൈ Aitken's delta square process, by Aitken's delta square process we have എന്തുണ്ട്, we have x I plus 2 equal to x I plus 1 minus delta x I the whole square divided by delta square x I minus 1. therefore x4 equal to, നമുക്കിപ്പോൾ x1 x2 x3 ഉണ്ടല്ലേ. നെക്സ്റ്റ് അപ്രോക്സിമേഷൻ x4 equal to എന്ത് വരും, x3 മൈനസ് ഡെൽറ്റ x2
the whole square divided by delta square x1. Okay, then എന്ത് ചെയ്യാം, ഡെൽറ്റ എക്സ് വൺ ഡെൽറ്റ സ്ക്വയർ എക്സ് വൺ ഡെൽറ്റ എക്സ് ടു ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയേ. എക്സ് വാല്യൂസ് വരുന്നു ഏതൊക്കെയാണ്? 0.1, ദാറ്റ് ഈസ് അവർ x1. നമുക്കിവിടെ അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാവേ. 0.1, then 0.09048, let this as x2, then 0.09135, that is x3. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് കോളം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് x2 മൈനസ് x1 ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് 0.09048 മൈനസ് 0.1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 0.00952. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ x1, റൈറ്റ്, ഡെൽറ്റ x1. ഇനി അതുപോലെ തന്നെ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അടുത്ത ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, x3 x2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കി, ദാറ്റ്സ് ഈക്വൽ ടു 0.00087 എന്ന് കിട്ടും അല്ലേ. ദറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ഓഫ് x2. മുകളിൽ നിന്ന് എങ്ങനെ വരുന്നത്, x1 x2 x3, ഡെൽറ്റ x1 ഡെൽറ്റ x2. അടുത്തത് ഡെൽറ്റ സ്ക്വയർ x1 ടേമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ടേംസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും നൊട്ടേഷൻ്റെ കൂടുതൽ. ദെൻ അടുത്ത ഡെൽറ്റ സ്ക്വയറിൻ്റെ കോളം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാണും, 0.00087 നിന്ന് 0.00952 സബ്ട്രാക്ട് ചെയ്യണം. ദറ്റ് ഈസ് 0.01039. ദിസ് ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ സ്ക്വയർ x1. ഓക്കെ, ദെൻ നോക്കിയേ x4 ഈക്വൽ ടു നമുക്ക് നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കാണാം അല്ലേ, ബൈ ഐക്കൺസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്. The next approximation is what is the next approximation? x4 equal to നമുക്ക് വാല്യൂ അറിയാം, x3 മൈനസ് ഡെൽറ്റ x2 the whole square divided by ഡെൽറ്റ സ്ക്വയർ x1. ദാറ്റ്സ് ഈക്വൽ ടു x3യുടെ വാല്യൂ എത്രയായിരുന്നു, x3യുടെ വാല്യൂ 0.9135 മൈനസ് ഡെൽറ്റ x2 that is 0.00087 the whole square that divided by delta square x1 that is 0.01039. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.09128. ദിസ് ഇസ് ദ വാല്യൂ. ഒന്ന് നോക്കിക്കേ, നമ്മൾ നേരത്തെ ഐക്കൺസ് പ്രോസസ്സിൽ സെയിം പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലേ. നമുക്കവിടെ റൂട്ട് കിട്ടിയത് എത്രയാണെന്ന് നോക്കി, x6 ഈക്വൽ ടു 0.09128. സെയിം വാല്യൂ അവിടെ 6 സ്റ്റെപ്പിൽ കിട്ടിയ വാല്യൂ ഇവിടെ എത്ര സ്റ്റെപ്പിൽ കിട്ടി, 4 സ്റ്റെപ്പിൽ കിട്ടി. അപ്പം ആൻസറിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റിയില്ല. 3 അപ്രോക്സിമേഷൻസിൽ നിന്ന് നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. ദറ്റ് ഈസ് ദെയർഫോർ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ, the root of the given equation lying between 0 1 correct to 4 decimal places, or the approximate root is the approximate root of the given equation is x equal to 0.09128 or which is equal to 0.0913. This is the answer. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ് ചെയ്യുന്നത്. യൂഷ്വലി നമുക്കിത് കൺവേർജ് ആയിട്ടുള്ള ആൻസറിലേക്ക്, അതായത് ഫൈനൽ ആൻസറിലേക്ക് തന്നെ എത്തുന്നത്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് എ ഇക്വേഷൻ ബൈ ഐക്കൻസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ്. ഐക്കൻ ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഐട്രേഷൻ മെത്തേഡിൽ ഫസ്റ്റ് 3 അപ്രോക്സിമേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പം x1 x2 x3 തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, കുറേ സ്റ്റെപ്പ് ചെയ്തു. നമ്മളൊരു 20 സ്റ്റെപ്പിലൊക്കെ ചെയ്ത പ്രോബ്ലം ഇല്ലേ, അതിൻ്റെ ഒരു 15 16 17 അല്ലെങ്കിൽ ഒരു 3 4 5 ആ റേഞ്ചിലെടുത്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ കിട്ടുമ്പോഴും പെട്ടെന്ന് ആൻസറിലേക്ക് കൺവേർജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദറ്റ് ഈസ് എ ബെനഫിഷ്യൽ പാർട്ട് ഓഫ് ഐക്കൻസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ്. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.